നെക്സ്റ്റ് ടോപ്പിക് എടുക്കുന്നത് മെഷർമെൻറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അതാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് മെഷർമെൻറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എങ്ങനെ മെഷർ ചെയ്യാം. അതിൽ ഫസ്റ്റത്തെ മെത്തേഡാണ് പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ്. Proportionate method. Under this method, elasticity of supply is measured by dividing proportionate change in the quantity of supply by the proportionate change in the price. അപ്പം നമ്മൾ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡിൽ കാണുന്നത് നമ്മൾ ഇതേപോലെ തന്നെ ഇതിൽ ഡിമാൻഡിൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് പ്രൊപ്പോർഷനേറ്റ് മെത്തേഡിൽ. ഇവിടെ അതേപോലെ തന്നെ ഇവിടെ സപ്ലൈ ആണ്, അതിന് പകരം എന്താണ് സപ്ലൈ ആണെന്നുള്ളൂ. ഇവിടെ ES is equal to proportionate change in supply divided by proportionate change in price. സപ്ലൈയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്, അല്ലെങ്കിൽ ഡെൽറ്റ Q ബൈ Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ P ബൈ P. അത് നമ്മൾ എഴുതുമ്പോൾ ഡെൽറ്റ Q ബൈ Q ഇൻറ്റു P ബൈ ഡെൽറ്റ P. അപ്പോൾ ഡെൽറ്റ Q എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ സപ്ലൈയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. Q എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സപ്ലൈ. ഡെൽറ്റ P എന്ന് പറഞ്ഞാൽ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ച്. ദെൻ P എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പ്രൈസ്. അപ്പോൾ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ സപ്ലൈ ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. അങ്ങനെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സപ്ലൈയുടെ ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് ദ റിസൾട്ട് ഓഫ് ദ കാൽക്കുലേഷൻ ഇസ് മോർ ദാൻ വൺ, ഇപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ്റെ റിസൾട്ട് 1നേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ പറയും റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ ആണ്. റിസൾട്ട് 1 ആണെങ്കിൽ എന്താണ്, യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്. ലെസ് ദാൻ 1 ആണെങ്കിൽ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് മെത്തേഡാണ് പോയിന്റ് മെത്തേഡ്. Point method. Under this method, a supply curve is drawn and the elasticity of supply is measured at any point on this curve. ഇവിടെ നമ്മൾ സപ്ലൈ കർവ് ഡ്രോ ചെയ്യുന്നു, എന്നിട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ നമ്മൾ മെഷർ ചെയ്യുന്നത് ആ കർവിലുള്ള പോയിന്റ് വെച്ചിട്ടാണ്. For this purpose, supply curve is extended to the limit that it intersects OX axis at a particular point. If this line passes through the point of origin, it is known as unitary elastic supply. If it intersects OX axis, it is treated as relatively less elastic supply. If it intersects OY axis, it is regarded as relatively elastic. അപ്പം നമ്മൾ ഇവിടെ പോയിന്റ് മെത്തേഡിൽ നമ്മളൊരു സപ്ലൈ കർവാണ് ഡ്രോ ചെയ്യുന്നത്. ഈ സപ്ലൈ കർവ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ പോയിന്റിലുമുള്ള ഇലാസ്റ്റിസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മളൊരു സപ്ലൈ കർവ് വരക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു കർവ്, ആ ലൈന് പോയിന്റ് ഓഫ് ഒറിജിനിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മളെന്ത് പറയുന്നു, യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് പറയുന്നു. അപ്പം നമ്മൾ ഇവിടെ ഈ കേസിൽ, രണ്ടാമത്തെ കേസിൽ എന്താണ്, ഒറിജിനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസിൽ ഒറിജിനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇവിടെ ഒറിജിനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ OX ആക്സിസിലൂടെയാണെങ്കിൽ നമുക്ക് ലൈന് പോകുന്നത് OX ആക്സിസിലൂടെയാണെങ്കിൽ നമ്മൾ റിലേറ്റീവ്ലി ലെസ് ഇലാസ്റ്റിക് എന്ന് പറയാം. OY ആക്സിസിലാണെങ്കിൽ, ഇപ്പോൾ ഇത് OX ആണ്, OY ആക്സിസിലാണെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ OX ആക്സിസിലാണ് ഈ ഒരു സപ്ലൈ കർവ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നു. ഇത് ഒറിജിനിലാണ് വരുന്നതെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് പറയുന്നു. ഇതിൽ OY ആക്സിസിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നു റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നു. ഓക്കെ, ഞാൻ 3 കേസ് ആണ് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് factors affecting elasticity of supply.
സപ്ലൈനെ അഫക്റ്റ് ചെയ്യുന്ന ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അതാണ് പറയുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റത്തെ പോയിന്റ് സപ്ലൈ. നമുക്കറിയാം ചില ഗുഡ്സിന്റെ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഹൈലി ഇലാസ്റ്റിക് ആവും, ചില ഗുഡ്സിൻ്റെതോ ലെസ് ഇലാസ്റ്റിക് ആവും. അപ്പം നമ്മൾ ഗുഡ്സിന്റെ പല നേച്ചർ ഓഫ് ഗുഡ്സിനനുസരിച്ച് എന്ത് ചെയ്യും, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയും ഡിഫറെൻ്റ് ആയിരിക്കും. അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് കമ്മോഡിറ്റി. നേച്ചർ ഓഫ് കമ്മോഡിറ്റി. Nature of commodity. If a commodity is perishable, its supply will be inelastic. ഇപ്പം നമ്മൾ പെരിഷബിൾ ഐറ്റത്തിൻ്റെ ആണെങ്കിൽ പെരിഷബിൾ ഐറ്റത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. This is because its supply cannot be raised or reduced by a rise or fall in its price. അപ്പം നമ്മൾ പെരിഷബിൾ ഗുഡ്സിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് സപ്ലൈൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നതാണ് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ബിക്കോസ് അതിൻ്റെ സപ്ലൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റേസ് ചെയ്യാനോ കൂടുതലാക്കാനോ റെഡ്യൂസ് ചെയ്യാനോ പറ്റില്ല. ഒരു പ്രൈസിലൊരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അത് കുറക്കാനും കൂട്ടാനും ബുദ്ധിമുട്ടാണ്. വെച്ചാൽ പെരിഷബിൾ ആയിട്ടാണ്, നമുക്ക് കൂടുതൽ സമയം അത് കാത്തിരിക്കാൻ പറ്റില്ല. Then on the other hand, the supply of a durable commodity is elastic because its supply can be changed with the change in price. ഇപ്പം നമ്മൾ ഡ്യൂറബിൾ കമ്മോഡിറ്റി ആണെങ്കിൽ കുറേ കാലം നിൽക്കുന്ന കമ്മോഡിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സപ്ലൈ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് വരുത്താൻ പറ്റും. പ്രൈസിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഡ്യൂറബിൾ കമ്മോഡിറ്റിൻ്റെ കേസിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്താണ്, ഇല്ല. ഡ്യൂറബിൾ കമ്മോഡിറ്റീസിൻ്റെ കേസിൽ ഇലാസ്റ്റിക് ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. നേച്ചർ ഓഫ് കമ്മോഡിറ്റിയിൽ പെരിഷബിൾ ആയിട്ട് ആണെങ്കിൽ സപ്ലൈ പെരിഷബിൾ ആയിട്ടാണെങ്കിൽ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഇവിടെ ഡ്യൂറബിൾ കമ്മോഡിറ്റിൻ്റെ കേസിൽ ഇലാസ്റ്റിക് ആയിരിക്കും സപ്ലൈ. ഓക്കെ. ദെൻ സെക്കൻഡ് പോയിന്റ് ആണ് ടൈം. The longer the time period, the more elastic will be supply. The shorter the time period, the more inelastic will be supply. The supply of a commodity can be raised or reduced in the long run than in the short run. അപ്പോൾ ലോങ് റൺ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, ലോങ് ടേം ആയിട്ടുള്ള ടൈം പീരിയഡ് ലോങ്ങർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ സപ്ലൈ എന്ന് പറഞ്ഞത് മോർ ഇലാസ്റ്റിക് ആയിരിക്കും. നമ്മൾ ലോങ്ങർ ടൈം പീരീഡ് ആണെങ്കിൽ മോർ ഇലാസ്റ്റിക് ആയിരിക്കും. ദെൻ ഷോർട്ട് റൺ ഉള്ളതാണെങ്കിൽ, ഷോർട്ടർ ടൈം പീരീഡ് ആണെങ്കിൽ എന്തായിരിക്കും, മോർ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. മോർ ഇൻഇലാസ്റ്റിക്. ദെൻ അടുത്ത പോയിന്റ് ആണ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ. Technique of production. If complicated production techniques are used for the production of a commodity, its supply will be inelastic. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ കേസിൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇൻഇലാസ്റ്റിക് ആയിരിക്കും, പ്രൈസിനനുസരിച്ച് മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഇഫ് കോംപ്ലിക്കേറ്റഡ് പ്രൊഡക്ഷൻ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതെന്തായിരിക്കും, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആണെങ്കിൽ, കോംപ്ലിക്കേറ്റഡ് പ്രൊഡക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, supply will be inelastic. Inelastic ആയിരിക്കും. Then
കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുമെങ്കിൽ എന്താണ് സപ്ലൈ എന്തായിരിക്കും ഇലാസ്റ്റിക് ആയിരിക്കും. then അടുത്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. if the per unit cost of production increases at a faster rate than the rise in price, the supply will be inelastic. ഇപ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് കമ്മോഡിറ്റി നമ്മൾ എന്താണ് ഫാസ്റ്റർ റേറ്റിൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താ അവിടെ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. if the per unit cost of a commodity increases very slowly in response to price rise, supply will be elastic. അപ്പോൾ നമ്മൾ മോർ ഫാസ്റ്റ് റേറ്റിലാണ് പെർ യൂണിറ്റ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നെങ്കിൽ ഫാസ്റ്റർ റേറ്റിനാണെങ്കിൽ അവിടെ എന്തായിരിക്കും ഇവിടെ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. സ്ലോ റേറ്റിനാണ് പെർ യൂണിറ്റ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമെങ്കിൽ അവിടെ എന്തായിരിക്കും സപ്ലൈ ഇലാസ്റ്റിക് ആയിരിക്കും. പിന്നെ അടുത്ത പോയിന്റ് ആണ് പ്രൊഡ്യൂസേഴ്സ് എക്സ്പെക്ടേഷൻ. Producers expectations. If producers expect a rise in the price of a commodity in the future, they will cut down the present supply. As a result, supply becomes inelastic. On the other hand, if they expect the price to fall in the future, they will rise the present supply. Consequently, supply becomes elastic. ഒരു പ്രൈസ് റൈസ് നമ്മൾ പ്രൊഡ്യൂസർ ഒരു പ്രൈസ് റൈസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സപ്ലൈ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. പ്രൈസ് റൈസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും സപ്ലൈ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഫാളാണെങ്കിൽ പ്രൈസ് ഫോൾ ചെയ്യുന്നതാണെങ്കിൽ ഇലാസ്റ്റിക് ആയിരിക്കും സപ്ലൈ. ഓക്കെ, ദെൻ സ്റ്റേജ് ഓഫ് ലോസ് ഓഫ് റിട്ടേൺസ്. If the law of diminishing return is applied in an industry, its supply will be inelastic. Law of diminishing returns apply ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അതിൻ്റെ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. Law of diminishing returns. റിട്ടേൺസ് ആണെങ്കിൽ സപ്ലൈ വിൽ ബി ഇൻഇലാസ്റ്റിക്. If the law of constant return അപ്ലൈ ചെയ്യുന്ന കേസ് ആണെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിക് ആയിരിക്കും. കോൺസ്റ്റന്റ് റിട്ടേൺ ആണെങ്കിൽ സപ്ലൈ യൂണിറ്ററി ഇലാസ്റ്റിക് ആയിരിക്കും. If the law of increase in return ആണെങ്കിൽ is applied in an industry, its supply will be highly elastic ആയിരിക്കും. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ആണ് നമ്മൾ എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ ഇലാസ്റ്റിസിറ്റി. ഫസ്റ്റ് നേച്ചർ ഓഫ് കമ്മോഡിറ്റി, പെരിഷബിൾ കമ്മോഡിറ്റി ആണെങ്കിൽ അതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഡ്യൂറബിൾ കമ്മോഡിറ്റീസിൻ്റെ കേസിൽ ഇലാസ്റ്റിക് ആയിരിക്കും. ദെൻ ലോങ്ങർ ടൈം ഡ്യൂറേഷൻ ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ മോർ ഇലാസ്റ്റിക് ആയിരിക്കും. ഷോർട്ടർ ആണെങ്കിൽ മോർ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ദെൻ ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, കോംപ്ലിക്കേറ്റഡ് പ്രൊഡക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണെങ്കിൽ അതിൻ്റെ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ സപ്ലൈ ഇലാസ്റ്റിക് ആയിരിക്കും. ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഫാസ്റ്റർ റേറ്റിനാണ്
പെർ യൂണിറ്റ് കോസ്റ്റ് ഫാസ്റ്റ് റേറ്റിലാണ് കൂടുന്നതെങ്കിൽ അതിൻ്റെ സപ്ലൈ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. സ്ലോ റേറ്റിനാണെങ്കിൽ ഇലാസ്റ്റിക് ആയിരിക്കും. ദെൻ പ്രൊഡ്യൂസേഴ്സ് എക്സ്പെക്റ്റേഷൻ, നിയർ ഫ്യൂച്ചറിൽ ഒരു പ്രൈസ് കൂടുതൽ ഉണ്ടാവും എന്ന് എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ദെൻ പ്രൈസ് ഫോളോ ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്തെങ്കിൽ ഇലാസ്റ്റിക് ആയിരിക്കും ആ പ്രോഡക്റ്റിൻ്റെ സപ്ലൈ. ദെൻ സ്റ്റേജ് ഓഫ് ലോസ് ഓഫ് റിട്ടേൺസ്, ഡിമിനിഷിങ് റിട്ടേൺസ് ആണ് ഒരു ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ആ പ്രോഡക്റ്റിൻ്റെ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. കോൺസ്റ്റന്റ് റിട്ടേൺ യൂണിറ്ററി ഇലാസ്റ്റിക് ആയിരിക്കും. ഇൻക്രീസ് റിട്ടേൺ ആണെങ്കിൽ ഇലാസ്റ്റിക് ആയിരിക്കും. ഇത്രയാണ് ഫാക്ടേഴ്സ്, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, താങ്ക് യു.